500 രൂപയുടെ ഹെഡ്സെറ്റിന് 15% വില കൂട്ടിയ ശേഷം 15% വില കുറയ്ക്കുന്നു. ലാഭമോ നഷ്ടമോ എത്ര രൂപ? അപ്പോൾ ഒരു ഹെഡ്സെറ്റിൻ്റെ പൈസ എത്ര രൂപയാണ്? 500 രൂപയാണ്. ഹെഡ്സെറ്റിൻ്റെ വില 500 രൂപയാണ്. ഇത് 15% ആദ്യം വില കൂട്ടി, അതിനുശേഷം 15% വില കുറച്ചു. അപ്പോൾ അവസാന വില ലാഭമോ നഷ്ടമോ എത്ര രൂപ എന്നാണ് ചോദ്യം. 500 രൂപയുടെ ഹെഡ്സെറ്റ് ആദ്യം 15% വില കൂട്ടിയാൽ ആ പുതിയ വില എന്തായിരിക്കും? 500 രൂപയുടെ ഹെഡ്സെറ്റ് അത് ആദ്യം 15% വില കൂട്ടി, ആ പുതിയ വില എന്ത് ചെയ്താൽ മതി? 500 ഇൻറ്റു 15% കൂട്ടുക. 100ൻ്റെ കൂടെ 15 കൂട്ടിയ 115/100. ഇതെന്താണ്? 15% വില കൂട്ടിയപ്പോൾ ഉണ്ടായ വിലയാണ്. ഇനിയോ അവിടെ നിന്നില്ല, പിന്നെ 15% വില കുറച്ചു. ഇതിൽ 15% കുറയ്ക്കുക പറയുമ്പോൾ ഇത് 100 കുറയ്ക്കുക. ഇവിടെ 15 കൂട്ടി വില കൂട്ടുമ്പോൾ ഇവിടെ കുറയുമ്പോൾ 100 കുറച്ചു. 100 15 കുറച്ചാൽ ഇൻറ്റു 85/100. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ ഉത്തരം കിട്ടും. നമുക്കിതിൽ ഈ 2 പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞു, അതായത് 100 വെട്ടിക്കളഞ്ഞു, 2 പൂജ്യം വെട്ടിക്കളഞ്ഞു. ബാക്കി ഇനി നമുക്ക് 5 ഇൻറ്റു 115 ഇൻറ്റു 85/100 ഉണ്ട്. ഇതിൽ 5 ഇൻറ്റു 85 ഗുണിച്ചാൽ 425 വരും. ഇൻറ്റു 115 ഉണ്ട്, ബൈ 100 ഉണ്ട്. നമുക്ക് ഈ 100 ഇപ്പോൾ വെട്ടിച്ചു കൊടുക്കേണ്ട, കാരണം അവസാനം ഹരിക്കുമ്പോൾ എളുപ്പമാവും. ഗുണിക്കുക 425 ഇൻറ്റു 115. 5 25, ശിഷ്ടം 2, I2 10 12, ശിഷ്ടം 1, I4 1 21. 1 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് തന്നെയാണ് എത്രയും 425. വീണ്ടും 1 കൊണ്ട് ഗുണിക്കുമ്പോൾ 425. കൂട്ടുക 5, 5 2 7, 5 2 7 1 8, 2 4 6 2 8, 4. നമുക്ക് എന്ത് കിട്ടി? 4 8 8 7 5, 48,875 ഗുണിക്കുമ്പോൾ കിട്ടി. ഇനി ബൈ 100 ഉണ്ട്. എന്താ 100 കൊണ്ട് ഹരിക്കുമ്പോൾ ചെയ്യുക? ഒരു സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ 100ൽ 2 പൂജ്യമാണ്. 2 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കുക, ഇവിടുന്ന് വലത്തുനിന്ന് ഇടത്തോട്ട്. അപ്പോൾ ഇവിടെ ദശാംശം വരും. അപ്പോൾ എന്ത് വരും? 488.75 രൂപ എന്ന് വരും. ഇതാണ് ഹെഡ്സെറ്റിൻ്റെ ഇപ്പോഴത്തെ വില. ഹെഡ്സെറ്റിൻ്റെ ആദ്യ വില എത്രയായിരുന്നു? 500. ഇപ്പോൾ എത്രയായി? 488.75. അപ്പോൾ വില കുറഞ്ഞു, അതായത് നഷ്ടം സംഭവിച്ചു. ലാഭമോ നഷ്ടമോ? നഷ്ടം. ഇനി അത് എത്ര രൂപ ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 500 ഇത് കുറച്ചാൽ മതി. 500 488.75 കുറയ്ക്കണം. 500 488.75 കുറയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ 0.00 ഇനി കുറയ്ക്കുക. 5 5 10, 1 8 2 10, ദശാംശം 8 1 8 9 1 10, 1 8 9 1 10. അതായത് നമുക്ക് നഷ്ടം എത്ര രൂപ എന്ന് കിട്ടി? എത്രയാണ്? 11.25 രൂപ. അതായത് 11 രൂപ 25 പൈസയാണ് നഷ്ടം.